നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ബഹുമാനപ്പെട്ട പ്രിയ സഹോദരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു FB പോസ്റ്റ്, 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ. അതിൽ 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആണ് ഈ ഒരു വീഡിയോയുടെ ആധാരം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം കറ കളഞ്ഞ ഒരു കോൺഗ്രസ്കാരനാണ് എന്ന്. അദ്ദേഹം പറഞ്ഞ ഈ കറ കളഞ്ഞ കോൺഗ്രസ്സുകാരൻ, അത് കേരളത്തിലെ ഒരുപാട് പേർക്ക് പറയാൻ കഴിയുന്ന ഒന്നായിരിക്കും. അങ്ങനെ ഉള്ള ഒരുപാട് പേരുള്ള ആ ഒരു കൂട്ടത്തിൽ ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കിതിനോട് പ്രതികരിക്കണം, ഇതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത്. ആ വീഡിയോയിൽ 4 മിനിറ്റിന് ശേഷം അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ, അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കില്ല, ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, ഒരുപാട് പേര് എന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിളിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം കുറച്ച് നേരത്തെ വിഷമം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറിക്കോളും, അത്രയും തൊലിക്കെട്ടി എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകിച്ച് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങളാണ്. അതിൽ വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് M. ലിജു, ഷാഫി പറമ്പിൽ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കന്മാരെയൊന്നും ഒരാളും വിമർശിക്കാൻ പാടില്ല. അവരൊക്കെ വിമർശനത്തിന് അതീതമാണ്. അവരൊക്കെ വിമർശിക്കുന്നതാണോ കോൺഗ്രസ്സുകാർ എന്നാണ് രാഹുൽ മാങ്കൂട്ടൻ ചോദിക്കുന്നത്. VD സതീശന്റെ മുഖത്ത് തുപ്പുന്നു, ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറുന്നു, ഇതൊക്കെയാണോ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ വളരെ സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം പറയട്ടെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നവരൊന്നും കോൺഗ്രസ്സുകാരല്ല എന്നാണ്. അതാണ് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന്റെ മനസ്സ്. അതിലേക്കൊന്ന് രാഹുൽ മാങ്കൂട്ടം വളരുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിന്റെ ഫ്ലക്സ് കീറുന്നവരും VD സതീശന്റെ ഫ്ലക്സിൽ മുഖത്തേക്ക് തുപ്പുന്നവരും ഒരു കോൺഗ്രസ്സുകാരനല്ല എന്ന് തന്നെയല്ലേ ഒരു കോൺഗ്രസ്സുകാരൻ പറയുക. അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ തുപ്പി എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയൂ? ശ്രീ VD സതീശൻ തന്നെ എന്താണ് പറഞ്ഞത്? അങ്ങനെ ചെയ്യുന്നവരൊന്നും കോൺഗ്രസ്സുകാരായിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ കറ കളഞ്ഞ കോൺഗ്രസ്സുകാരന്റെ ആദ്യത്തെ ക്വാളിറ്റി എന്നൊന്ന് രാഹുൽ മനസ്സിലാക്കണം എന്നൊന്ന് പറഞ്ഞോട്ടെ. പിന്നീടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ്, എന്നു മുതലാണ് ഷാഫി പറമ്പിൽ വിമർശനങ്ങൾക്ക് അതീതനായി വളർന്നത്? എന്നു മുതലാണ് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾക്ക് അതീതനായി വളർന്നത്? എന്നു മുതലാണ് സാർ സോണിയാഗാന്ധി വിമർശനങ്ങൾക്ക് അതീതമായി വളർന്നത്? ഇവരൊക്കെ ഇന്ത്യയിൽ നിലകൊള്ളുന്നത്, ഇവരെയൊക്കെ നിലനിർത്തുന്നത് ആരാണ്? അവരെയൊക്കെ നിലനിർത്തുന്ന ആരാണ് എന്നുള്ള ചോദ്യം ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടൻ ഒന്ന് ചോദിക്കണം. അതിന് ഉത്തരമാണ് ഇന്ത്യയിലുള്ള പാവപ്പെട്ട ജനങ്ങൾ. ഒരിക്കൽ രമേശ് ചെന്നിത്തല പറഞ്ഞു, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ളത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് സാർ, പാവപ്പെട്ടവർക്ക് അവരുടെ വികാരങ്ങൾ പിടിച്ചു വെക്കാൻ കഴിയില്ല. അവർ പല രീതിയിൽ അത് പുറത്തേക്ക് കാട്ടും. കാരണം അതിനുള്ള കാരണം അവരുടെ ഹൃദയം അത്രമേൽ മുറിവേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടം 2025 മനോരമയിൽ ജോണി ലൂക്കോസുമായിട്ട് KC വേണുഗോപാൽ നടത്തിയ അഭിമുഖം ഒന്ന് കാണണം സമയം കിട്ടുമ്പോൾ. ഇലക്ഷന് തൊട്ടു മുൻപേ മാതൃഭൂമിയിൽ അഭിലാഷുമായി ബസ്സിലിരുന്ന KC വേണുഗോപാലിന്റെ അഭിമുഖം ഒന്ന് സമയം കിട്ടുമ്പോൾ കാണണം. ഈ 2 അഭിമുഖങ്ങളിലും KC വേണുഗോപാൽ എന്താണ് പറയുന്നത്? എനിക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമേമില്ല, എന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്തോളൂ എന്നാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഇത്രയും പബ്ലിക്കായി ജനങ്ങളോട് തന്റെ കാര്യം തുറന്നു പറഞ്ഞ ഒരു മനുഷ്യന് UDFന്റെ മിന്നും ജയത്തില് 102 സീറ്റ് കിട്ടിയപ്പോൾ മനസ്സു മാറുന്നതാണോ ജനാധിപത്യം? അതിൽ തെറ്റില്ലേ? അതിൽ നീതിയുണ്ടോ, ന്യായമുണ്ടോ? KC വേണുഗോപാലിന്റെ ഇഷ്ടത്തിന് കേരളത്തില് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ, ബാക്കി ഞാൻ പറയുന്നില്ല, അത് ആളുകൾക്ക് മനസ്സിലാവും എന്താണ് എന്നത്. അപ്പൊ അതല്ലല്ലോ കേരളം. ഓരോ ആളുകളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്ഥലമല്ല കേരളം എന്നുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും KC വേണുഗോപാലിന് തോന്നേണ്ടതല്ലേ ശ്രീ രാഹുൽ മാങ്കൂട്ടം? ആരാണ് രമേശ് ചെന്നിത്തലയോട് മുഖ്യമന്ത്രി ആവരുത് എന്ന് പറഞ്ഞത്? ഏതെങ്കിലും പ്രവർത്തകർ പറഞ്ഞോ? അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തില്ലേ പാർട്ടി? പ്രതിപക്ഷ നേതാവ് ആയില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് 50-ന് താഴെ സീറ്റ് കിട്ടി. VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോ എന്ത് സംഭവിച്ചു? അതൊരു പൊതുജന വികാരമല്ലേ? ഇതൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ലേ? എന്നിട്ടും 11 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ഈ ഒരു തീരുമാനം 2-3 ദിവസം കൊണ്ട് എടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം ബ്യൂട്ടി ഉണ്ടായേനെ.
അല്ലാതെ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും ഹൃദയം കീറി മുറിക്കുന്ന രീതിയിൽ, അവന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ 11 ദിവസം നീട്ടിക്കൊണ്ടുപോയതാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്യൂട്ടി? ചിന്തിക്കണം രാഹുലെ. ജനങ്ങളില്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരാരുമില്ല. ജനാധിപത്യത്തിൽ രാജാവ് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഹൃദയം നൊന്താൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലേക്ക് ജനത്തിനെ കൊണ്ട് എത്തിക്കാതിരിക്കുന്നതാണ് ഓരോ നേതാക്കന്മാരുടെയും ധാർമ്മികത എന്ന് പറയുന്നത്. ആ ധാർമ്മിക കാത്തു സൂക്ഷിക്കാൻ കഴിവില്ലാത്തവന്റെ പേരാണ് KC വേണുഗോപാൽ. അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ AICC ജനറൽ സെക്രട്ടറിയാണ്. ആയിക്കോട്ടെ, എന്താണ് അതിന്? AICC ജനറൽ സെക്രട്ടറിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അപ്പുറമായി KC വേണുഗോപാൽ എന്തെങ്കിലും ചെയ്തതായി എവിടെയും കാണുന്നില്ല. ആ പദവിയിൽ ഇരിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. നോർമലി അത് മഹത്വവൽക്കരിക്കേണ്ട കാര്യമല്ല. അതിനാണ് ജനം അയാളെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതും ആ ഒരു കാര്യത്തിൽ AICC അങ്ങനെ ഒരു ചുമതല നൽകിയതും. അപ്പോ അതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലേ, അദ്ദേഹത്തിന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് MP മാർ മത്സരിക്കരുത് എന്താ? KC വേണുഗോപാൽ MP അല്ലേ? വ്യക്തമായിരുന്ന് ചിന്തിക്കണം മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം. അല്ലാതെ നിങ്ങൾക്ക് കോൺഗ്രസിൽ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളെ പോലെ എല്ലാവരും പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന ഓരോ ആളുകളുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. അപ്പോഴാണോ ഈ 3 കോടി ജനങ്ങൾ, 1 കോടി ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തവരുടെ ഹൃദയവും മൈൻഡ് സെറ്റും ഒക്കെ അവർ പ്രതികരിക്കും. അതാണ് ജനാധിപത്യം. അല്ലാതെ അവരെ ഭരിക്കാൻ നിൽക്കലല്ല, ജനങ്ങളെ ഭരിക്കലല്ല ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കലാണ്. ഒരു സാമാന്യമായ ബുദ്ധി നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്രയും മിന്നും ജയം വാങ്ങി വന്ന ജനങ്ങളോട് പറയേണ്ട മര്യാദ വാക്കുകളാണ് നിങ്ങൾ ഇപ്പൊ ഈ സംസാരിക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകനോട് പറയേണ്ട കാര്യമാണോ നിങ്ങൾ പറയുന്നത്? എന്താ എനിക്ക് അങ്ങനെ പറയാനുള്ള അധികാരമില്ലെന്ന് വെച്ച് 100% ഉണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം. നിങ്ങൾക്ക് ഇതിൽ അപ്പുറം പറയാനുള്ള അധികാരം കോൺഗ്രസ് പ്രവർത്തകർ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തച്ചുടക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രയധികം ജനങ്ങളെ ഒറ്റയ്ക്ക് ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല രാഹുൽ ഗാന്ധി പോലും വളർന്നിട്ടില്ല എന്നുള്ളത് ഈ ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും മനസ്സിലാക്കണം. നിങ്ങൾ വെയിൽ കൊണ്ടും മഴ കൊണ്ടും പോസ്റ്റർ ഒട്ടിച്ചും സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി തല്ലുകൂടിയും ഉണ്ടാക്കിയെടുത്ത വിജയമാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലിരുന്നുണ്ടാക്കിയ വിജയമല്ല കോൺഗ്രസിന്റെ. അപ്പൊ ജനം പറയും, ഷാഫി പറമ്പിലാണെങ്കിലും പറയും, KC വേണുഗോപാൽ ആണെങ്കിലും പറയും, രമേശ് ചെന്നിത്തലയാണെങ്കിലും ജനം പറയും. അതാണ് ജനാധിപത്യം. അതിന് ജനത്തിന്റെ മേലെ കയറി നിരങ്ങാൻ നിൽക്കരുത് രാഹുൽ മാങ്കൂട്ടം. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിക്കും ദോഷം ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ 100 വട്ടം ആലോചിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരുടെ കഴിവുകൊണ്ടാണ് ഈ പറയുന്ന 102 സംഖ്യ എന്നുള്ളത് നേടിയെടുത്തത്.